റിയാദിൽ ബിസിനസ് ആവശ്യമായിട്ട് പോയിട്ട് വന്ന 52 വയസ്സുള്ള മധ്യവയസ്കൻ. അയാൾ രാത്രിയോടെ വീട്ടിലേക്ക് വളരെ ക്ഷീണിതനായിട്ട് വരികയാണ്. വീട്ടിൽ വന്ന അയാൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആകാമെന്ന് കരുതി ബാത്റൂമിലേക്ക് പോകുകയാണ്. ബാത്റൂമിന്റെ വാതിൽ തുറന്നതും അയാൾ അതിനകത്ത് കണ്ട കാഴ്ചയിൽ ഷോക്കായി. എന്താണ് അപ്പോൾ അവിടെ കണ്ട ആ കാഴ്ച? വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. 2016 ഉടുപ്പി, കർണാടക. ഉടുപ്പി പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ ഒരു വൃദ്ധയായ സ്ത്രീ കരഞ്ഞുകൊണ്ട് കയറി വരികയാണ്. കാര്യം അന്വേഷിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞത്, എൻ്റെ മകനെ കാണാനില്ല. അവൻ്റെ പേര് ഭാസ്കർ ഷെട്ടി എന്നാണ്. പേര് കേട്ടതും പോലീസുകാരൊന്ന് ഞെട്ടി. കാരണം ഭാസ്കർ ഷെട്ടി എന്ന് പറയുന്ന ആള് സാധാരണക്കാരനല്ല, വലിയ പ്രമാണിയാണ്. എല്ലാവർക്കും അയാളെ നന്നായിട്ട് അറിയാം. ഉടുപ്പി ടൗണിൽ തന്നെ നിരവധി പ്രോപ്പർട്ടീസ് ഉണ്ട്. ദുർഗ ഇന്റർനാഷണൽ എന്ന വലിയൊരു ഹോട്ടലും ഉണ്ട്. ആ ഒരു വലിയ മനുഷ്യനാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. പോലീസ് ഉടൻ തന്നെ കേസെടുക്കുകയാണ്. പോലീസ് ആ അമ്മയോട് ചോദിച്ചത് പണത്തിന് വേണ്ടിയിട്ട് വല്ലവരും ഫോൺ വിളിക്കുകയോ മറ്റോ ചെയ്തിരുന്നുവോ എന്നായിരുന്നു. കാരണം ഇതൊരു കിഡ്നാപ്പിംഗ് ആണോ എന്ന് പോലീസിന് ഒരു ചെറിയ സംശയം തോന്നുകയാണ്. എന്നാൽ അതിനാ വൃദ്ധ പറഞ്ഞത്, അതൊക്കെ അവൻ്റെ ഭാര്യ രാജേശ്വരിയോട് ചോദിക്കുന്നതാവും നല്ലത്, എനിക്കതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിയില്ല. പോലീസ് നേരെ ഭാസ്കറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അയാളുടെ ഭാര്യ രാജേശ്വരിയോട് കാര്യങ്ങൾ തിരക്കി. എന്നാൽ അവർ പറഞ്ഞത് കേട്ട് പോലീസ് ആകെ കുഴങ്ങി. അവർ പറഞ്ഞത് അയാൾക്ക് സൗദി അറേബ്യയിലെ ഒരു നേഴ്സുമായിട്ട് റിലേഷൻ ഉണ്ടെന്നും അതിൽ 3 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെന്നുമാണ്. ഇതൊരു കിഡ്നാപ്പിംഗ് ആയിരിക്കുമെന്ന് സംശയിച്ച പോലീസ് ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഈ നേഴ്സുമായിട്ട് ഇയാൾ എവിടേക്കെങ്കിലും പോയതാണോ എന്നും സംശയം തോന്നുകയാണ്. എന്തായാലും ഭാസ്കർ ഷെട്ടിയെ കാണാനില്ലെന്ന വാർത്ത ഉടുപ്പിയിൽ അതിവേഗം പടർന്നു കഴിഞ്ഞു. ഇതിനിടയിൽ ഭാസ്കറിന്റെ അമ്മ ഒരു ലോയറിനെ ഏർപ്പെടുത്തിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ഞങ്ങൾക്ക് തൃപ്തികരമല്ല എന്ന് ആ ലോയർ പറഞ്ഞു. അതിനാൽ എക്സ് സൂപ്രണ്ട് ഓഫ് പോലീസ് മിസ്റ്റർ അണ്ണാമലൈ ഈ കേസ് അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അണ്ണാമലൈ എന്ന ഓഫീസർ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഏറ്റെടുത്ത ഒരൊറ്റ കേസ് പോലും തെളിയിക്കപ്പെടാതിരുന്നിട്ടില്ല. അങ്ങനെ അണ്ണാമലൈ എന്ന ഈ ഓഫീസർ ഭാസ്കർ ഷെട്ടിയുടെ മിസ്സിംഗ് കേസ് ഏറ്റെടുക്കുകയാണ്. ഇനി ഭാസ്കർ ഷെട്ടിയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. 52 വയസ്സുള്ള ഭാസ്കർ ഷെട്ടിക്ക് ഭാര്യ രാജേശ്വരിയും 20 വയസ്സുള്ള ഒരു മകൻ നവനീതുമാണ് ഉള്ളത്. ഭാസ്കറിന് ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതലും സൗദിയിലാണ് ബിസിനസ്സുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് സൗദിയിൽ പോവുകയും ഒരുപാട് ദിവസങ്ങളിൽ അവിടെ തങ്ങുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഉടുപ്പിയിലെ ഹോട്ടലും മറ്റ് പ്രോപ്പർട്ടീസും എല്ലാം നോക്കി നടത്തിയിരുന്നത് രാജേശ്വരിയായിരുന്നു. എന്നാൽ ഇവരെ അലട്ടിയിരുന്ന ഒരേ ഒരു വിഷമം, ഒറ്റ മകനായ നവനീതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖങ്ങൾ ഓരോന്നായി വരുമായിരുന്നു. പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ ഒക്കെ കാണിച്ചെങ്കിലും നവനീതിന് ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിയില്ല. ആഗ്രഹിച്ച ഒരു റിസൾട്ടൊന്നും കിട്ടാത്തതിനാൽ ഒടുവിൽ രാജേശ്വരി ഓൾട്ടർനേറ്റീവായിട്ടുള്ള മറ്റു ഓപ്ഷൻസ് തേടി പോകാൻ തുടങ്ങി. അതായത് ജ്യോതിഷം, പൂജ, കർമ്മങ്ങൾ, ഇങ്ങനെയൊക്കെ. എന്തു തന്നെ ആയാലും മകൻ അസുഖങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടിയതായി രാജേശ്വരിക്ക് അനുഭവപ്പെടുകയാണ്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കെയാണ് ഭാസ്കർ നാട്ടിലേക്ക് വരുന്നത്. എന്നാൽ അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് പോകാതെ അന്ന് തൻ്റെ ഹോട്ടലായ ദുർഗ ഇന്റർനാഷണലിൽ താമസിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തെ കാണാതാകുന്നതും. എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും ഭാസ്കർ അമ്മയെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയും. എന്നാൽ പതിവ് തെറ്റിച്ച് 2 ദിവസമായിട്ടും മകൻ്റെ ഫോൺ കോൾസ് ഒന്നും അമ്മയ്ക്ക് വരുന്നില്ല. മകനെ തിരിച്ചു വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച്ഡ് ഓഫ് എന്നാണ് പറയുന്നത്. ആകെ ഒരു പന്തികേട് മണത്തതോടെയാണ് ആ അമ്മ പോലീസ് സ്റ്റേഷനിലെത്തി കേസ് കൊടുക്കുന്നത്. ഈ കേസിന്റെ അന്വേഷണത്തിലാണ് ഒരു കാര്യം പോലീസിന് മനസ്സിലാകുന്നത്, ഭാസ്കർ മാത്രമല്ല മിസ്സിംഗ്, അയാളുടെ പാസ്പോർട്ടും മിസ്സിംഗ് ആണ്. അപ്പോഴാണ് പോലീസ് ദുർഗ ഇന്റർനാഷണലിലെ ഫുട്ടേജൊക്കെ പരിശോധിക്കുന്നത്. ഭാസ്കർ താമസിച്ച ദിവസത്തിൽ ആരെങ്കിലും അയാളെ കാണാൻ അവിടെ വന്നിരുന്നോ എന്നായിരുന്നു നോക്കിയത്. അപ്പോഴാണ് ആ ദിവസം രാജേശ്വരിയും നവനീതും ആ റൂമിൽ എത്തിയതായി കാണുന്നത്. തുടർന്ന് ജീവനക്കാരോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് പോലീസ് നടുക്കത്തോടെയാണ് കേട്ടത്. ആ ദിവസം രാജേശ്വരിയും മകനും അവിടെ എത്തി റൂമിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ ഒച്ചയും ബഹളവുമൊക്കെ കേട്ടിരുന്നു. അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ സ്റ്റാഫുകൾ കാണുന്നത് ഭാസ്കറിനെ തല്ലിയ ശേഷം ഇറങ്ങിപ്പോകുന്ന ഭാര്യയും മകനെയുമാണ്.
ഇത് കേട്ട പോലീസ് രാജേശ്വരിയെ തന്നെ പിന്നെ ഫോക്കസ് ചെയ്ത് കേസ് അന്വേഷിക്കാമെന്ന് തീരുമാനിക്കുന്നു. രാജേശ്വരിയെയും മകനെയും അണ്ണാമലയെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞത്, മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ അവിടെ പോയത് സത്യമാണ്. പ്രശ്നമുണ്ടാക്കുകയും അയാളെ തല്ലുകയും ചെയ്തു. പക്ഷേ മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നാൽ അണ്ണാമലയുടെ ചോദ്യം ചെയ്യലിൻ്റെ സ്വഭാവം മാറിയതോടെ അവർക്കതിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. രാജേശ്വരി പതിയെ ഓരോന്നായി പറയാൻ തുടങ്ങി. അതിപ്രകാരമാണ്. ഉടുപ്പിയിലെ ബിസിനസ് എല്ലാം നടത്തിയിരുന്നത് ഈ രാജേശ്വരി ആയിരുന്നു. മകനായ നവനീത് ഒരു ധൂർത്തനായിരുന്നു. മകന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് ജ്യോത്സ്യന്മാരുടെ പിന്നാലെ പരക്കം മാഞ്ഞ രാജേശ്വരി നിരഞ്ജൻ എന്ന ചെറുപ്പക്കാരനായ ജ്യോത്സ്യനെ കണ്ടുമുട്ടുകയാണ്. നിരഞ്ജൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തതോടെ നവനീതിൻ്റെ അസുഖങ്ങളൊക്കെ മാറി തുടങ്ങി. ഇത് രാജേശ്വരിക്ക് നിരഞ്ജനോടുള്ള വിശ്വാസവും ആരാധനയും ഒക്കെ കൂട്ടി. പിന്നീട് എല്ലാ കാര്യങ്ങളും നിരഞ്ജൻ എന്ന ജ്യോത്സ്യനുമായി ഡിസ്കസ് ചെയ്തിട്ടേ രാജേശ്വരി ചെയ്യുമായിരുന്നുള്ളൂ. മകന് ചെറിയൊരു അസുഖം വന്നാൽ പോലും മകനെ കാണിക്കാൻ രാജേശ്വരി ഉടൻ തന്നെ നിരഞ്ജൻ്റെ അടുത്തേക്ക് പോകും. ആദ്യം മകന്റെ ശരീരം കാണിക്കാൻ പോയ ആ സ്ത്രീ പിന്നീട് സ്വന്തം ശരീരം കാണിക്കാനും പോയി തുടങ്ങി. അങ്ങനെ വഴിവിട്ട ബന്ധത്തിലേക്ക് പൂർണ്ണമായും ഇത് മാറിക്കഴിഞ്ഞു. ഭർത്താവിന് ഉണ്ടെന്ന് പറഞ്ഞ പരസ്ത്രീ ബന്ധം പോലും നുണയായിരുന്നു. അത് ഈ സ്ത്രീ ഉണ്ടാക്കിയ ഒരു കഥയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ അധികം താമസിയാതെ ഭാസ്കർ ഷെട്ടിയുടെ ചെവിയിലെത്തുകയാണ്. ഇതിനെ ചൊല്ലി ഭാസ്കറും രാജേശ്വരിയും തമ്മിൽ പൊരിഞ്ഞ വഴക്കുകൾ പതിവായിരുന്നു. എന്നാൽ നവനീതിന് അമ്മയുടെ ഈ ജ്യോത്സ്യനുമായിട്ടുള്ള ബന്ധം അറിയില്ല. അവനോട് രാജേശ്വരി പറഞ്ഞിരിക്കുന്നത് അച്ഛന് നേഴ്സുമായിട്ടുള്ള ബന്ധം ചോദിച്ചാണ് വഴക്കുകൾ ഉണ്ടാവുന്നതെന്നായിരുന്നു. ഭാസ്കർ മകനോട് അമ്മയുടെ പേര് പറഞ്ഞിട്ടുമില്ല. അതാണ് അയാൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അമ്മ പറയുന്നതാണ് അവന് വേദവാക്യമായിരുന്നത്. ഭാസ്കർ ഈ ഭാര്യയുടെ ബന്ധം അന്വേഷിക്കാനായിട്ട് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സമീപിച്ചു. കാരണം ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് ഒന്നുകൂടി ക്ലിയർ ആക്കാനായിരുന്നു അയാൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ആ ഒരു സീക്രട്ട് ഏജൻസി വളരെ രഹസ്യമായിട്ട് തന്നെ എല്ലാം അന്വേഷിച്ച് ഭാസ്കറിന് തെളിവുകൾ കൈമാറി. അതിൽ രാജേശ്വരിയും നിരഞ്ജനും തമ്മിലുള്ള പല തരത്തിലുള്ള വൃത്തികെട്ട വീഡിയോസും ഫോട്ടോസും എല്ലാം ഉൾപ്പെട്ടിരുന്നു. അതെല്ലാം വളരെ വേദനയോടെയാണ് ആ മനുഷ്യൻ കണ്ടത്. ഭാര്യ നാട്ടിലെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലെ ക്രമക്കേടുകളും ഭാസ്കറിന് കിട്ടിയിരുന്നു. ഭാര്യയും കാമുകനും തൻ്റെ സമ്പാദ്യം മുഴുവൻ തീർക്കുന്നതിനോടൊപ്പം മകനും ദൂർത്തടിക്കുന്നത് അയാൾക്ക് വിഷമമുണ്ടാക്കി. മകനും ഭാര്യയ്ക്കൊപ്പമാണ് എന്നതാണ് അയാളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരുന്നത്. അതോടെ അയാൾ ഒരു തീരുമാനം എടുക്കുകയാണ്, തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ തൻ്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എഴുതി വയ്ക്കാൻ. ഇത് എങ്ങനെയോ രാജേശ്വരി മനസ്സിലാക്കുകയാണ്. ഇതവർ മകനോടും പറഞ്ഞു കൊടുത്തിട്ട് മകന് അച്ഛനോടുള്ള വൈരാഗ്യം കൂട്ടുകയാണ്. ആ ദേഷ്യത്തിലാണ് ഇവർ രണ്ടുപേരും കൂടെ ഹോട്ടലിൽ വന്നിട്ട് ഭാസ്കറിനെ ആക്രമിക്കുന്നത്. പ്രമാണം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപേ അച്ഛനെ പകവരുത്താൻ മകൻ തീരുമാനിക്കുന്നു. കൂട്ടിന് അമ്മയും കാമുകനും. ഇവർ 3 പേരും കൂടി പ്ലാനുകൾ പലതും നടത്തുകയാണ്. മകനായ നവനീത് അവൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുത്ത ഫോൺ വഴി തന്നെ ആ അച്ഛനെ എങ്ങനെ കൊലപ്പെടുത്താമെന്ന് സെർച്ച് ചെയ്തു. ജൂൺ 28, 2016 ഭാസ്കർ വീട്ടിൽ വരുമെന്ന് മനസ്സിലാക്കി അന്ന് അയാളുടെ മരണം ഇവർ ഫിക്സ് ചെയ്ത് വച്ചിരുന്നു. ആ ദിവസം രാത്രി വീട്ടിലെത്തിയ ഭാസ്കറിനോട് മനഃപൂർവ്വം തന്നെ രാജേശ്വരി വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അയാൾ കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോവുകയാണ്. ബാത്റൂം തുറന്ന് അകത്ത് കയറിയ ഭാസ്കർ കാണുന്നത് കയ്യിൽ പെപ്പർ സ്പ്രേയുമായി നിൽക്കുന്ന മകൻ നവനീതിനെയാണ്. നിമിഷ നേരം കൊണ്ട് തന്നെ അവനത് ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് അടിക്കുകയാണ്. കണ്ണുനീറി പിടഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് ഭാസ്കറിൻ്റെ തലയിൽ ഒരു ഇരുമ്പ് റോഡ് കൊണ്ട് രാജേശ്വരി അടിച്ചു. പിന്നീട് നവനീത് പല തവണ ഈ ഇരുമ്പ് റോഡ് വാങ്ങി അച്ഛൻ്റെ തലയ്ക്കടിക്കുകയാണ്. അവിടെ പിടഞ്ഞു വീണ അയാളുടെ വായ തുറന്ന് മാരകമായ എന്തോ ഒരു കെമിക്കൽ ഒഴിച്ചു കൊടുത്തു. ഇതുകൂടാതെ ഇനിയും മരിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഭാസ്കറിൻ്റെ കൈകാലുകൾ കെട്ടി ബാത്ത് ടബിൽ വെള്ളം തുറന്ന് വിടുകയാണ്. അതോടെ മരണം ഉറപ്പാക്കി. അതിനുശേഷം നിരഞ്ജൻ്റെ വീട്ടിലേക്ക് ഭാസ്കറിൻ്റെ ബോഡി കാറിലിട്ട് ഇവർ കൊണ്ടുപോകുന്നു. അവിടെ എത്തിയ ഇവർ ഒരു വലിയ പ്ലാനിങ് തയ്യാറാക്കുകയാണ്. നിരഞ്ജൻ ഇടയ്ക്കിടയ്ക്ക് വലിയ ഹോമങ്ങളൊക്കെ അവിടെ നടത്തുന്നത് ആൾക്കാർക്കൊക്കെ അറിയാം. അതുതന്നെ ഇവർ മുതലാക്കുകയാണ്. വലിയ ഒരു യാഗകുണ്ഡം തയ്യാറാക്കി അതിൽ പല സുഗന്ധദ്രവ്യങ്ങളും നെയ്യുമൊക്കെ ഒഴിച്ച് അതിലേക്ക് ഈ ശരീരമിട്ട് ദഹിപ്പിക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ.
ആൾക്കാർക്ക് യാഗം നടക്കുന്നതല്ലേ എന്ന് തോന്നുകയേ ഉള്ളൂ. മാത്രവുമല്ല സ്മെല്ലും പുറത്തു വരത്തില്ല. അങ്ങനെ ആ യാഗകുണ്ഡത്തിലേക്ക് ഭാസ്കറിൻ്റെ ശരീരമിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ അവിടേക്ക് കടന്നു വരുന്നത്. അത് മറ്റാരുമല്ല, ഭാസ്കറിൻ്റെ കാർ ഡ്രൈവറായ രാഘവേന്ദ്രയായിരുന്നു. അയാളാണ് ഈ കാറിൽ ഇവരിവിടെ കൊണ്ടുവന്നത്. ഇതിൽ പൂജയ്ക്കുള്ള സാധനങ്ങളും വിറകുമാണ് ഉള്ളതെന്നാണ് രാഘവേന്ദ്രയോട് പറഞ്ഞിരുന്നത്. എന്നാൽ അവിടെ നിന്നൊരു ശവം കത്തുന്ന മണം അടിച്ചതോടെ രാഘവേന്ദ്ര ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അയാളെ കണ്ടതും എല്ലാവരും ഞെട്ടി. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവിടെ പൂജ നടക്കുന്നത് കണ്ടില്ലേ എന്ന് വളരെ ദേഷ്യത്തോടെ രാജേശ്വരി അലറുകയാണ്. എന്നാൽ അയാളുടെ ആ സംശയം അവരോട് ചോദിച്ചു. വല്ലാത്ത ഒരു മാംസം കത്തുന്ന മണം അടിച്ചിട്ടാണ് ഞാനത് നോക്കാൻ ഇങ്ങോട്ട് വന്നത്. ഉടനെ നിരഞ്ജൻ പറഞ്ഞു, ഇവിടെ വലിയൊരു യാഗമാണ് നടക്കുന്നത്. ഇതിൽ 7 കോഴികളെയാണ് ഇട്ടിരിക്കുന്നത്. ആ കോഴികളുടെ മാംസം കത്തുന്ന സ്മെല്ലാണ് വരുന്നത്. അയാൾ വീണ്ടും കാറിനടുത്തേക്ക് പോയി ചെന്ന് ഇവരെ കാത്തു നിന്നു. ഭാസ്കറിൻ്റെ എല്ലുകളെല്ലാം ആ ഹോമകുണ്ഡത്തിൽ നിന്നും പിന്നീട് ഇവർ 3 പേരും കൂടെ ചേർന്ന് എടുത്തു മാറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് രാഘവേന്ദ്ര വീണ്ടും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഈ പൂജയിൽ എനിക്കും പങ്കെടുക്കണം, എനിക്കും ഈ പൂജയിൽ നിങ്ങളെ സഹായിച്ചാൽ കുറച്ച് പുണ്യം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ഹോമകുണ്ഡത്തിനരികെ പോയി ഇരുന്നു. ആ ഹോമകുണ്ഡത്തിൽ നിന്നും അവശിഷ്ടങ്ങൾ പറക്കാൻ ഇവരെ സഹായിക്കുകയും ചെയ്തു. അപ്പോഴാണ് വലിയൊരു കാലിൻ്റെ എല്ല് അയാളുടെ കയ്യിൽ കിട്ടുന്നത്. ഇത് കണ്ട് അയാൾ അങ്ങോട്ട് അലറി വിളിക്കാൻ തുടങ്ങി. ഒരു കോഴിക്ക് ഇത്രയും വലിയ കാലോ എന്നും പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ പിന്നെ ഇയാളോട് ഇനി ഒന്നും ഒളിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഇവർ നടന്ന കാര്യങ്ങളെല്ലാം അയാളോട് തുറന്നു പറഞ്ഞു. അയാൾ ഞെട്ടിത്തരിച്ചിരുന്നു പോയി. ഇത് നീ പുറത്തു പറഞ്ഞാൽ നീയും ഇതുപോലെ ആകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അയാളെ കൊണ്ട് അവിടെ ഒക്കെ ക്ലീൻ ആക്കിക്കുകയാണ്. ശേഷം ബാക്കിയുള്ളതെല്ലാം എടുത്ത് അടുത്തുള്ളൊരു പുഴയിലും കൊണ്ട് കളഞ്ഞു. ഓഗസ്റ്റ് 7-ന് രാജേശ്വരിയെയും നവനീതിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ അറസ്റ്റ് ചെയ്ത ശേഷമാണ് ജോത്സ്യൻ നിരഞ്ജനെ പിടിച്ചത്. ആ സമയത്ത് ഇയാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾ വയറുവേദന കൊണ്ട് പിടയുകയായിരുന്നു. എന്താണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് കാര്യം അന്വേഷിച്ചപ്പോഴാണ് അയാൾ പോലീസിനോട് പറയുന്നത്, ഞാൻ മരിക്കാനായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വൈരത്തിൻ്റെ മോതിരം വിഴുങ്ങി, ഞാൻ ഉടനെ മരിക്കുമെന്ന്. പോലീസ് ഉടനെ തന്നെ ഇയാളെ അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ഡോക്ടർ ഇയാളെ പരിശോധിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞത് ഇയാൾക്ക് യാതൊരു കുഴപ്പവുമില്ല, അയാളുടെ വയറൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് മോതിരം എടുത്തിട്ടുണ്ട്, വൈരം അത് പൊടിച്ച് കഴിക്കാത്തത് കൊണ്ട് അപകടമുണ്ടാക്കിയിട്ടില്ല എന്നായിരുന്നു. അതായത് ഈ വജ്രവും വൈരവുമൊക്കെ പൊടിയായിട്ട് കഴിക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. 5 വർഷം കേസ് നടന്നതിന് ശേഷം ഒടുവിൽ രാജേശ്വരി, നവനീത്, നിരഞ്ജൻ എന്നിവർക്ക് ജീവപര്യന്തം കിട്ടി. രാഘവേന്ദ്രയെ കോടതി വെറുതെ വിടുകയാണ്. അറസ്റ്റ് ചെയ്യപ്പെടും വരെ സ്വന്തം അമ്മയുടെ അവിഹിതം പൊട്ടനായ ഈ മകൻ മനസ്സിലാക്കിയില്ല എന്നതാണ് ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.